മനോരഥങ്ങൾ MTയുടെ 9 കഥകളെ ആസ്പദമാക്കിയുള്ള 9 ചെറിയ സിനിമകൾ. 9 എപ്പിസോഡുകൾ അടങ്ങുന്ന മനോരഥങ്ങൾ എന്ന ഈ ഒരു എപ്പിസോഡ് ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇതിലെ ആദ്യത്തെ എപ്പിസോഡ് ലാലേട്ടൻ്റെ ഓളവും തീരവും എന്ന സിനിമയാണ്. പ്രിയദർശനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. DOP കൈകാര്യം ചെയ്തിരിക്കുന്നത് സന്തോഷ് ശിവനാണ്. ഓളവും തീരവും എന്ന ഈ ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു സീരീസിലെ മറ്റ് സിനിമകളെ അപേക്ഷിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർമുലയിലാണ് ഈ ഒരു എപ്പിസോഡ് കാണിച്ചിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഈ ഒരു എപ്പിസോഡ് കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഭംഗിയുള്ളതുപോലെ തോന്നി. ദുർഗാകൃഷ്ണയുടെ കയ്യിലേക്ക് ലാലേട്ടൻ വളകൾ ഇടുമ്പോഴുള്ള ഈ ഒരു ഷോട്ടൊക്കെ കാണാൻ പ്രത്യേക ഭംഗിയായിരുന്നു. ഇതേ രീതിയിൽ തന്നെ ഒരു ഷോട്ട് ഈ ഒരു സീരീസിൻ്റെ അവസാനവും കാണിക്കുന്നുണ്ട്. മൊത്തത്തിൽ നല്ല വിഷ്വൽസും നല്ല കഥയുമായിട്ടുള്ള ഒരു മികച്ച എപ്പിസോഡാണ് ഓളവും തീരവും. ഓളവും തീരവും എന്ന ഈ ഒരു എപ്പിസോഡിൽ ലാലേട്ടൻ ബാപ്പുട്ടി എന്ന സാധാരണക്കാരനായ കഥാപാത്രമായിട്ട് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഓരോ സീനിലും ലാലേട്ടൻ വളരെ യങ്ങായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ദുർഗാകൃഷ്ണയും ലാലേട്ടനും തമ്മിലുള്ള കെമിസ്ട്രിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് സിനിമയിൽ. അതുപോലെ മാമുക്കോയനൊക്കെ ഒരു കഥാപാത്രമായിട്ട് വീണ്ടും സ്ക്രീനിൽ കാണാൻ സാധിച്ചതും, അതുപോലെ ലാലേട്ടനും മാമുക്കോയും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ വളരെ നന്നായിരുന്നു. ഓളവും തീരവും എന്ന ഈ ഒരു സീരീസിൽ അഭിനയിച്ച എല്ലാവരും അവരുടെ വേഷങ്ങളും മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ദുർഗാകൃഷ്ണയുടെ അമ്മയായിട്ട് സുരഭി ലക്ഷ്മിയാണ് ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. അതുപോലെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരുടെ പേരൊന്നും കൃത്യമായിട്ട് അറിയില്ല, അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയാത്തത്. അതുപോലെ ഈ ഒരു സീരീസിൽ വില്ലനായിട്ട് എത്തിയ ഹരീഷ് പേരടിയൊക്കെ കിടിലൻ പെർഫോമൻസ് ആണ്. ലാസ്റ്റ് സീനിൽ നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ട ഒരു ഷോട്ട് ഉണ്ട്, ലാലേട്ടനും ഹരീഷ് പേരടിയും തമ്മിലുള്ള ഒരു നാടൻ തല്ല്. അത് ഗംഭീരമായിട്ട് കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. പിന്നെ BGMഉം ആർട്ട് വർക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം സിനിമയിൽ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടായിട്ടുണ്ട്. അതുപോലെ സിനിമയിലെ മലബാർ സ്ലാങ്ങൊക്കെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴും ലാലേട്ടൻ്റെ പല സിനിമകളിലും മലബാർ സ്ലാങ് ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ പലരും പറയാറുണ്ട്. അതൊന്നും ഈ ഒരു സിനിമയിൽ ഫീൽ ചെയ്യുന്നില്ല. ആ കഥയ്ക്ക് എന്താണോ വേണ്ടത് ആ രീതിയിലുള്ള ഒരു സ്ലാങ് മാത്രമാണ് ഈ ഒരു സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ലാലേട്ടൻ്റെ ഒരു സാധാരണക്കാരനായ കഥാപാത്രത്തിനെ സ്ക്രീനിൽ കാണാനും അതുപോലെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ കിട്ടാനും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ് സീരീസ് കാണാവുന്നതാണ്. ഓളവും തീരവും എന്ന ഈ ഒരു എപ്പിസോഡ് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യൂ.